എ2Z വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറാട്ടണ്ണൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയ രംഗത്ത് അറിയപ്പെടുന്ന സന്തോഷ് വർക്കിയെ സംവിധായകൻ ശാന്തിവിള ദിനേശ് തെറിവിളിക്കുന്ന ഓഡിയോ ക്ലിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ രംഗത്ത് വൈറലാണ്. സന്തോഷ് വർക്കി തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. സന്തോഷ് വർക്കി അടക്കമുള്ളവർ പണം വാങ്ങി സിനിമ റിവ്യൂ ചെയ്യുന്നുവെന്ന ആരോപണം ശാന്തിവിള ദിനേശ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. തനിക്കെതിരായി ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ച് സന്തോഷ് വർക്കി ശാന്തിവിള ദിനേശിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് അസഭ്യവർഷവും ഭീഷണിയും ഉണ്ടായത്. തനിക്കെതിരെ നേരത്തെയും അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ട്. ആളുകൾ കാണാത്ത ഒരു പടം മാത്രം സംവിധാനം ചെയ്ത അദ്ദേഹം എവിടുത്തെ സംവിധായകനാണെന്നും സന്തോഷ് വർക്കി ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വിശദീകരണവുമായി ശാന്തിവിള ദിനേശും രംഗത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് വരുന്ന ഏത് ഫോൺ കോളുകളും എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. തിരക്കാണെങ്കിൽ പരമാവധി തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുണ്ട് ഒരു ദിവസം ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞൊരുത്തൻ വിളിക്കുന്നു. പേര് പറഞ്ഞപ്പോൾ തന്നെ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. വീണ്ടും അവൻ വിളിച്ചപ്പോൾ എന്താണ് നിനക്ക് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. മാരിവില്ലിൻ ഗോപുരം എന്ന സിനിമയ്ക്ക് ഞാൻ നൽകിയ റിവ്യൂ ശരിയായില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്തില്ലേ എന്നായിരുന്നു അവൻ ചോദിച്ചത്. അത് ഞാൻ അറിഞ്ഞ കാര്യം പോലുമല്ല. ഞാൻ മാരിവില്ലിൻ ഗോപുരം സിനിമ കാണുകയോ ഇവന്റെ റിവ്യൂവിനെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ നമ്പറിൽ നിന്നും വിളി. ഒന്നും മിണ്ടാതെ ആ ഫോൺ നമ്പരും ഞാൻ ബ്ലോക്ക് ചെയ്തു. ആ നമ്പരും ബ്ലോക്ക് ചെയ്തോ എന്ന് ചോദിച്ച് മറ്റൊരു നമ്പറിൽ നിന്നും വീണ്ടും വിളിച്ചപ്പോൾ മലയാളത്തിൽ പറയാവുന്ന ശുദ്ധമായ ഒരു തെറി വിളിച്ച് നിന്നെ എറണാകുളത്ത് എവിടെയെങ്കിലും കണ്ടാൽ നിന്റെ മൂക്ക് ഞാൻ ഇടിച്ചു പരത്തുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അവൻ അതൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ആ റെക്കോർഡ് ചെയ്ത സാധനം അവൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഓരോരുത്തരും വിദേശത്തു നിന്നൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ കാര്യം ഞാൻ അറിഞ്ഞത്. തിരുവനന്തപുരത്തൊന്നും ഇങ്ങനത്തെ ആളില്ല. ഇവൻ മാത്രമല്ല, അലൻ ജോസ് പെരേര, കിം ബോയ് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെയൊക്കെ ഇങ്ങനെ കയറൂരി വിടാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ച് ക്യാമറകൾ ഇവരുടെ പുറകെ പോകുന്നതോടെ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള തോന്നലാണ് യുവന്മാർക്കൊക്കെ. എല്ലാത്തിനെയും പിടിച്ച് അകത്തിടണം. എന്തൊക്കെ കാര്യമാണ് യുവന്മാർ പറയുന്നത്. മഞ്ജു വാര്യർക്ക് എന്നേക്കാളും പ്രായമുണ്ട്, എങ്കിലും ചേച്ചിക്കൊരു ജീവിതം കൊടുക്കാം എന്നാണ് സന്തോഷ് വർക്കി പറയുന്നത്. അപ്പോൾ അവന്റെ ചെവിട്ടിനിട്ട് നല്ല അടി കൊടുക്കേണ്ടേ? മഞ്ജുവിന്റെ അച്ഛനോട് സംസാരിച്ചുവെന്നും അവൻ പറയുന്നു. അയാൾ ഒരു പാവമായോണ്ടാണ് മാന്യമായി സംസാരിച്ചതെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു. കൂടുതൽ A2Z വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതേ.